കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേഷൻ ഇതാ വത്തിക്കാനിലെ സിസ്റ്റീൻ ചാപ്പലിന്റെ മുകളിൽ നിന്നും കറുത്ത പുക ഉയർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. കറുത്ത പുക ഉയർന്നിരിക്കുന്നു. അതായത് മൂന്നാമത്തെ ബാലറ്റിലും മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുവാൻ കോൺക്ലേവിന് സാധിച്ചില്ല. കറുത്ത പുക ഇതാ വത്തിക്കാനിലെ സിസ്റ്റീൻ ചാപ്പലിൽ നിന്നും വളരെ അപ്രതീക്ഷിതമായി നമ്മൾ 12 മണി എന്നൊരു സമയമാണ് നാം കാത്തിരുന്നത്. വത്തിക്കാനിലെ ചിമ്മിനിയിൽ നിന്നും കറുത്ത പുകയാണ് ഉയർന്നിരിക്കുന്നത്. കറുത്ത പുക ഉയർന്നിരിക്കുന്നു. അത് കറുത്ത പുക ഉയരുന്നതിന്റെ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോഴും മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് ലോകത്തോട് കോൺക്ലേവ് വിളിച്ചു പറഞ്ഞിരിക്കുന്നതിന്റെ അടയാളമാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ കറുത്ത പുക. ശ്രീ ജോർജ് ജോസ് അങ്ങ് തുടർന്നോളൂ. വത്തിക്കാനിലെ ആ സിസ്റ്റീൻ ചാപ്പലിലെ ചിമ്മിനിയിൽ നിന്നും കറുത്ത പുക ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് മൂന്നാമത്തെ ബാലറ്റിലും മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുവാൻ ഇതാ സാധിച്ചിട്ടില്ല. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് സിസ്റ്റീൻ ചാപ്പലിന്റെ മുകളിൽ നിന്നും ആ കറുത്ത പുക ഉയർന്നത്. കാരണം 12 മണി എന്നൊരു സമയമാണ് മാധ്യമങ്ങളെല്ലാം ഫോക്കസ് ചെയ്തിരുന്നത്. പല മാധ്യമങ്ങളും പല ഇന്റർവ്യൂസിന് വേണ്ടിയിട്ടും അതിന്റെ ഒരു തിരക്കിലായിരുന്നു. പക്ഷെ അപ്രതീക്ഷിതമായിട്ടാണ് സിസ്റ്റീൻ ചാപ്പലിന്റെ മുകളിൽ നിന്നും ആ കറുത്ത പുക ഉയർന്നിരിക്കുന്നത്. അതായത് 11:50 അതായത് മെയ് 7-ാം തീയതി ആരംഭിച്ച കോൺക്ലേവിന്റെ 2ാം ദിനത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് മൂന്നാമത്തെ ബാലറ്റിലും മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുവാൻ കോൺക്ലേവിന് സാധിച്ചില്ല എന്ന അതിനിർണായകമായിട്ടുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള ആ ഒരു വിവരം നമുക്കിപ്പോൾ നൽകാൻ സാധിക്കുന്നു. അപ്രതീക്ഷിതമായി 11:50 12 ഷെഡ്യൂൾഡ് ടൈം. പക്ഷെ 11:50 കൂടി തന്നെ വത്തിക്കാനിലെ സിസ്റ്റീൻ ചാപ്പലിൽ നിന്നും ഇതാ കറുത്ത പുക ഉയർന്നിരിക്കുന്നു. ഇനി സെക്കൻഡ് സെഷനിലേക്ക് കോൺക്ലേവ് കടക്കുകയാണ്. ഇവിടുത്തെ പ്രാദേശിക സമയം വൈകിട്ട് 3:45 വത്തിക്കാനിലെ സിസ്റ്റീൻ ചാപ്പലിൽ നിന്നും കറുത്ത പുക ഉയർന്നിരിക്കുന്നു. ഒന്നാമത്തെ ബാലറ്റിലും മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാൻ സാധിച്ചില്ല. 2ാമത്തെ ബാലറ്റിലും മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാൻ സാധിച്ചില്ല. 3ാമത്തെ ബാലറ്റിലും മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാൻ സാധിച്ചിട്ടില്ല എന്ന അതിനിർണായകമായിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള ആ ഒരു വിവരം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. വത്തിക്കാനിലെ സിസ്റ്റീൻ ചാപ്പലിൽ നിന്നും ബ്ലാക്ക് സ്മോക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നു. തികച്ചും അപ്രതീക്ഷിതമായിട്ട് ഷെഡ്യൂൾഡ് ടൈമിൽ നിന്നും 10 മിനിറ്റ് മുമ്പ് തന്നെ 11:50 തന്നെ ഇതാ വത്തിക്കാനിലെ സിസ്റ്റീൻ ചാപ്പലിൽ നിന്നും ബ്ലാക്ക് സ്മോക്ക് ഉയർന്നിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥന ശക്തിപ്പെടുത്തേണ്ട ഒരു സമയം തന്നെയാണ് ഇത് എന്ന് തന്നെയാണ് ഈ കറുത്ത പുക നമുക്ക് നൽകുന്ന ആ ഒരു സുപ്രധാനമായിട്ടുള്ള സൂചന. മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുവാൻ കോൺക്ലേവിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്ന അതിനിർണായകമായിട്ടുള്ള ഒരു സൂചന തന്നെ ഇതാ വത്തിക്കാനിലെ സിസ്റ്റീൻ ചാപ്പൽ നമുക്ക് നൽകുന്നു. നമുക്ക് ദൂരെ നമുക്ക് ആ വത്തിക്കാനിലെ സിസ്റ്റീൻ ചാപ്പൽ ഇപ്പോൾ കാണാം. കറുത്ത പുക ഇപ്പോഴും വമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ തിക് ബ്ലാക്ക് സ്മോക്ക് ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. ഇത് വെറും ഒരു കറുത്ത പുക മാത്രമല്ല, പ്രാർത്ഥിക്കാനുള്ള ഒരു ആഹ്വാനം കൂടിയാണ്. മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുക, നല്ലൊരു മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുവാൻ കാർഡിനൽ കോളേജിന് സാധിക്കട്ടെ എന്ന് നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. 11:50 മെയ് 8-ാം തീയതി ഇവിടെ വത്തിക്കാനിലെ പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 11:50 കോൺക്ലേവിൽ നിന്നുമുള്ള സുപ്രധാനമായിട്ടുള്ള അറിയിപ്പ്, ആ കറുത്ത പുകയുടെ രൂപത്തിൽ ഇതാ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു, ജനങ്ങളിലേക്ക് എത്തിക്കുന്നു, ലോകത്തിലേക്ക് എത്തിക്കുന്നു.